ഹണ്ട് തിരിച്ചുവരവും പോക്കുമെല്ലാം ഒരുപോലെയാക്കിയ സിനിമ. പൃഥ്വിരാജിനെ വെച്ചൊന്ന് തിരിച്ചു വരാൻ ശ്രമിച്ച ഷാജി അണ്ണനെ ഏട്ടൻ്റെ ഒരു പടവും ഇതും കൂടിയായപ്പോൾ തൃപ്തിയാക്കിയ സംവിധാന സംരംഭം. ഭാവന മാത്രമേ ചിത്രത്തിലുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന പോസ്റ്ററുകളും മറ്റും. ഇതേ ടൈപ്പ് ഒരു സിനിമ കൂടി വന്നു. അത് ഏതാ ഇത് ഏതാ ഭാഷ എന്ന് പോലും അറിയാത്ത അവസ്ഥ. ചിന്താമണി കൊലക്കേസ്, റെഡ് ചില്ലീസ് എന്ന് വേണ്ട സർവത്ര പഴയ വീഞ്ഞും കൂട്ടിയെടുത്ത ഫീൽ. അതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ഇഞ്ചെക്ട് ചെയ്യും. പ്രേതം വന്ന് കുറ്റം തെളിയിച്ച് ശിക്ഷ നടപ്പാക്കുന്നു. ഭാവനയെ ഇമ്പോർട്ടൻ്റുള്ള ക്യാരക്ടറാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടപടിയായില്ല. കുറച്ചുനേരം ബോൾഡാക്കും, കുറച്ചുനേരം നിഷ്കുവാക്കും. പ്രേതം കയറും, എങ്ങും എത്താത്ത എന്തിനോ തിളച്ച സാമ്പാർ. ലുക്കും വർക്കും ഉണ്ടായിട്ടും ഇന്നും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം പോലും ഇല്ലാത്തതും അതുകൊണ്ട് തന്നെ. മറ്റ് ഫീൽഡ് ഔട്ട് നടിമാർക്ക് ഏതെങ്കിലും കാലത്ത് പ്രേക്ഷകർ അംഗീകരിച്ച ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അജ്മൽ, രാഹുൽ മാധവ്, ചന്തു, അനു മോഹൻ, കൊട്ടക്കണക്കിന് ആക്ടേഴ്സ് ഉണ്ടായിട്ടും പോസ്റ്ററിൽ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഒരു ക്രൗഡ് ഷൂട്ട് ചെയ്താൽ പോലും ലിമിറ്റഡ് ഫോക്കസായി സെറ്റ് ചെയ്ത 10-12 ആളുകളെ ഫ്രെയിമിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്തോ കോവിഡ് കാല പരിപ്പോട മിച്ചമാണെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും. വില്ലൻ അജ്മലിൻ്റെ ഡയലോഗ് ഡെലിവറി, ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കാൻ ഞാൻ ശ്രമിക്കാം, ഈ ലെവലാണ്. ചന്തുനാഥ് കിടന്ന് അർജുൻ റെഡ്ഡി കളിക്കുന്നു. റിയാലിറ്റി ഷോ അവതാരകൻ വന്ന് ഡോക്ടറായി റിയാലിറ്റി ഷോ അവതരിപ്പിക്കുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. അതിഥി രവിയുടെ കിളി പോയ ഡോക്ടർ വിത്ത് ബോൾഡ്നെസ്. രഞ്ജി പണിക്കരുടെ നരേന്ദ്രപ്രസാദ് ഫിഗർ കളി. അന്യം നിന്നുപോയ എല്ലാ കലാരൂപവും പ്രസന്റ് ചെയ്യുന്നുണ്ട് ഷാജി കൈലാസ്. ആവശ്യത്തിന് മിച്ചം സമയവും ഇവരെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്ന വാശിയുമുണ്ടെങ്കിൽ കാണാം ഹണ്ട്. ഒരു പ്രേതം എങ്ങനെ അതിജീവിക്കുന്നു, ശിക്ഷിക്കുന്നു, ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു എന്ന ആരെയും ത്രസിപ്പിക്കുന്ന പുതുപുത്തൻ ചിന്താരീതിയിൽ ഉരുത്തിരിഞ്ഞ് ഷാജി കൈലാസ് മാജിക്.